എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബറക്കത്ത് കിട്ടുന്ന ഒരുപാട് വഴികളുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളുണ്ട്. ബറക്കത്ത് കിട്ടാനുള്ള അതാ നബി തങ്ങൾ പറഞ്ഞത്, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. എത്ര കാര്യമുണ്ടെങ്കിൽ 4 കാര്യം ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ? ഒന്ന് കൈപൊക്കിക്കേ. 4 പേര് വീട്ടിൽ ആടിനെ. അഷാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന. ആടെന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള ജീവിയാ. ആടെന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള ജീവിയാ. പ്രവാചകന്മാർ മുഴുവനും ആടുമേച്ചവരാ. ആടിനെ വളർത്തുന്ന വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കോഴിയെ വളർത്തുന്നുണ്ടോ വീട്ടിൽ? ഉണ്ടോ? കോഴിക്കടയിലല്ല, വീട്ടിൽ വളർത്തുന്നുണ്ടോ? ഏത് വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് അവരുടെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ അറിയോ? ഇവിടെ എന്താ പറയുക? ഒരളും ഒന്ന് വേണ്ട, ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോയ വയ്യ. ഇങ്ങനെ നമ്മുടെ ഉമ്മ പണ്ട് പച്ചരി ഉഴുന്നൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കരുതില്ലേ? ഗെയിൻഡർ ഇന്നത്തെ ഇപ്പൊ മിക്സിയുടെ പണി ചെയ്യുന്ന സാധനം ഉണ്ടോ? ആരുടെങ്കിലും വീട്ടിലുണ്ടോ? എന്ന് കൈപൊക്കിക്കേ. ഇങ്ങനെ ഉണ്ടോ? പറമ്പിലെങ്കിലും ഉണ്ടോ ഉമ്മ? എവിടെ? ഇല്ലേ? സുബ്ഹാനല്ലാഹ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ഉണ്ടോ? അത് പിന്നെ എല്ലാ വീട്ടിലും ഉണ്ട്. ഇപ്പൊ ചട്ടിക്കറിക്കൊക്കെ വലിയ വിലയാ അല്ലേ? ഈ 4 കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന്. അപ്പൊ നാളെ രാവിലെ ഇവിടെ ഏതാ അടുത്ത മാർക്കറ്റ് ഉള്ളത്? പൂഴനാട് മാർക്കറ്റിൽ പോയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങണം, ഒരു 3 കോഴിക്കുഞ്ഞിനെ വാങ്ങണം, ഒരു ആട്ടുകല്ല് വാങ്ങണം, ഒരു 3-4 ചട്ടി വാങ്ങണം. ഇതെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി പെണ്ണും പിള്ളേ എടുത്ത് കൊടുത്തിട്ട് പറ, വന്ന വഴി മറന്നു പോകാതെ പഴയതുപോലെ ജീവിക്കാൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവൻ അല്ല കൊടുക്കുന്ന 3ാമത്തെ ശിക്ഷ. അള്ളാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. 3ാമത്തെ ശിക്ഷ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് അല്ല കൊടുക്കുന്ന 3ാമത്തെ ശിക്ഷ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ഒറ്റ മറുപടിയേ ഉള്ളൂ, എല്ലാം പോയി ഉസ്താദേ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏത് കച്ചവടക്കാരനോടും ചോദിക്കുന്നു, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കൊറോണ വന്നതോടുകൂടി എല്ലാം പോയി ഉസ്താദേ. ഞാൻ ചോദിക്കുന്നത്, നിന്നെ മാത്രമേ കൊറോണ പിടിച്ചുള്ളോ? വേറെ ആരെയും പിടിച്ചില്ലേ? നിന്റെ അടുത്ത കച്ചവടക്കാരൻ, ഈ നാട്ടിലെ എത്രയോ കച്ചവടക്കാർ ഒരു കുഴപ്പവും ഇല്ലാതെ നല്ലതുപോലെ കച്ചവടം ചെയ്യുന്നു. ചിലർക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല. എന്തേ നിന്നെ മാത്രം പിടിച്ചത്? സമാധാനമുണ്ടോ കാക്ക? സമാധാനമുണ്ടോ? നിനക്ക് തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ധരിക്കാനുണ്ട്, കിടക്കാനുണ്ട്, എല്ലാം ഉണ്ട്. സമാധാനം ഉണ്ടോ നിനക്ക്? ഇല്ല ഉസ്താദേ.
എന്തേ കാരണം? നീ തന്നെ ചോദിക്കുന്നല്ലോ, ഉസ്താദെ എല്ലാം നല്ല നിലയിലായിരുന്നു, ഇപ്പൊ എന്തു പറ്റി ഉസ്താദെ? ഏത് കാക്കാനോട് ചോദിച്ചാലും ആരും ഉണ്ടെന്ന് പറയുന്നില്ല, എല്ലാം ഇല്ല എന്നാ പറയുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിൻ്റെ കാരണം എന്തെന്നറിയുമോ? അള്ളാഹു പറയുകയാ, നിന്റെ ജീവിതം അള്ളാഹു ഇടുക്കമാക്കും. നിന്റെ ജീവിതം അള്ളാഹു ഇടുക്കമാക്കി കളയും. നിന്നെ അള്ളാഹു ഞെരുക്കുവടോ. കാരണം നീ ഖുർആനിനെ പരിഗണിക്കാത്തവനാ. എൻ്റെ കലാം, എൻ്റെ പരിശുദ്ധമായ കലാമിനെ, എൻ്റെ വിശുദ്ധമായ ഖുർആനിനെ നീയൊക്കെ പരിഗണിക്കാതെ വന്നപ്പോ നിന്നെയൊക്കെ അള്ളാഹു പിടിച്ചു. അള്ളാഹു നിങ്ങളെ പാഠം പഠിപ്പിക്കും. അള്ളാഹു നിങ്ങളുടെ ജീവിതം ഞെരുക്കമാക്കും, ഇടുക്കമാക്കും, പ്രയാസമാക്കും. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി അള്ളാഹു നിന്റെ സർവ്വതും തകർക്കും. നീ തന്നെ പറയും മരിച്ചാ മതിയല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, സർവ്വതുമുണ്ട്, എന്നിട്ട് നീ പറയുകയാ മരിച്ചാ മതിയല്ല. ഇതല്ല നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാടാ. കാരണം നിനക്ക് ഖുർആൻ പരിഗണിക്കാൻ വയ്യ, നിസ്സാരമായി പോയി. അള്ളാന്റെ ഖുർആൻ ഈ പെണ്ണുങ്ങളോടൊക്കെ പറയുമ്പോ വലിയ സ്വർണവും കാറും വീടും എല്ലാം ഉണ്ടും അള്ളാനെ മറന്നു നടന്നു. ഇപ്പൊ ഒന്നുമില്ല, യത്തീംഖാനയിലായി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. നാളെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ തപ്പിത്തടയുകയാണ്. കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ അവിടെ നിന്ന് തപ്പിത്തടയുകയാ. നീ തന്നെ ചോദിക്കുന്നു, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുൻതു ബസീറാ. ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ കണ്ണിന് കുഴപ്പമില്ലായിരുന്നു, എന്റെ ചെവിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇന്നെന്തു പറ്റി പടച്ചവന്, ഇന്നെന്തു പറ്റി പടച്ചവന്? അല്ലാഹു പറയുകയാ, കാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് നിന്നോടൊക്കെ ചോദിച്ചപ്പോ പള്ളിക്ക് കൊടുക്ക്, പാപങ്ങൾക്ക് കൊടുക്ക്, യതീമീങ്ങൾക്ക് കൊടുക്ക്, രോഗികൾക്ക് കൊടുക്ക്. എത്രയോ പേര് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞല്ലോ, ബക്കറ്റ് മുമ്പിൽ വരുമ്പോ ഒരു 10 രൂപ ഇട്ട് കൊടുക്കാൻ മടിച്ച വാപ്പാ അന്ന് പൊട്ടൻ കളിച്ചവനല്ലേ, കാണാതിരുന്നവനല്ലേ. യതീമായ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിന്റെയൊക്കെ വീടിന്റെ വരാന്തയിൽ പാവപ്പെട്ട ഉമ്മമാര് വന്ന് കൈനീട്ടിയില്ലേ, കൊടുത്തില്ലല്ലോ, പരിഗണിച്ചില്ലല്ലോ, നീയൊക്കെ നിസാരമാക്കിയില്ലേ, കണ്ണ് കാണാത്തവരെ പോലെ നടന്നില്ലേ, ചെവി കേൾക്കാത്തവരെ പോലെ നടന്നില്ലേ? അല്ലാഹു പറയുകയാ, അതുകൊണ്ട് നീ എന്നെ മറന്നപ്പോ ഞാനും നിന്നെ കൈവിട്ടിരിക്കുകയാ. നാളെ പരലോകത്ത് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ അല്ലാഹു നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, നിങ്ങളിൽ പലരും ഖബറിനകത്ത് എഴുന്നേറ്റ് വരുമ്പോ കണ്ണ് കാണൂല, ചെവി കേൾക്കൂല. നീ അള്ളാഹിനോട് ചോദിക്കുന്നു, പടച്ചവനെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ദുനിയാവിൽ ജീവിക്കുമ്പോ കണ്ണ് കാണും, ചെവി കേൾക്കും, എന്ത് പറ്റിയല്ല? നീ പൊട്ടം കളിച്ചവനല്ലേ? ബക്കറ്റ് പിരിവില്ലേ? ബക്കറ്റ് പിരിവ് ഇതാ ഇപ്പൊ വരും. അൽഹംദുലില്ലാ, ബക്കറ്റ് നിന്റെ മുമ്പിൽ വരും. പൊട്ടം കളി തുടങ്ങും. ഇപ്പൊ പൊട്ടം കളി തുടങ്ങും. നബി തങ്ങൾ പറഞ്ഞു, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയുനാ റസൂലുള്ളാഹി. അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഇപ്പൊ ബക്കറ്റ് വരുമ്പോ പൊട്ടം കളി തുടങ്ങും. ഉദാഹരണം ചോദിക്കട്ടെ, ഇന്ന് വയത് കഴിഞ്ഞ് നീ വീട്ടിൽ പോയി, ബൈക്കിലാ പോകുന്നത്, അള്ളാഹു കാക്കുമാറാകട്ടെ, ആമീൻ പറ.
ചിലപ്പോൾ പട്ടിയുടെ കോലത്തിലായിരിക്കും വരുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. വീട്ടിൽ ചെന്നു താമസിച്ചെന്ന് പറഞ്ഞു, ചാടി ബാത്റൂമിനകത്ത് കയറി. ഇതാ കിടക്കുന്നൊരു നിലവിളി കേട്ടു, ചക്ക വെട്ടിയിട്ടതുപോലെ. മക്കൾ ഓടിച്ചെന്നപ്പോൾ കിടക്കുന്നുണ്ട് ഇങ്ങനെ, അനങ്ങ് കണ്ണും തള്ളി. മക്കൾ പൊക്കിയെടുത്തു, നേരെ തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോയി. ഡോക്ടർ നല്ല മനുഷ്യനാ. കൊണ്ടുപോയ ഉടനെ IC തുറന്നിട്ടിട്ട് പറഞ്ഞു, AC ക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാൻ. നേരെ അകത്തുകൊണ്ടുപോയി വാതിലടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നീ വായും തുറന്നിരുന്നപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എന്നാ പിന്നെ പോയിട്ട് വരീൻ, സർജറി ചെയ്യണം, ഇത്തിരി സീരിയസാ, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, നിങ്ങൾ പോയിട്ട് റെഡി ആയിക്കൊള്ളാൻ, ഫുലൂസ് റെഡി ആയിക്കൊള്ളാൻ. നാളെ രാവിലെ പടച്ചവനെ നിന്റെ മോൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഉസ്താദിൻ്റെ റൂമിൻ്റെ മുമ്പിൽ. ഉസ്താദ് ചോദിക്കും, എന്തുവാടാ ഇവിടെ വന്ന് നിൽക്കുന്ന രാവിലെ? മോനെ എന്തു പറ്റിയിടാ? ഉസ്താദെ, ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ, ഇന്നലെ വാപ്പ രാത്രി ബാത്റൂമിനകത്ത് വീണു, സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൻ്റെ ICUവില, സർജറി ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണം, ഉമ്മച്ചി തന്നു വിട്ടതാ. 1000 രൂപ എടുത്ത് ഉസ്താദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാ, ഉമ്മച്ചി തന്നു വിട്ടതാ, ദുആ ചെയ്യണം. അപ്പം നിനക്കറിയാം പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. ഇങ്ങനെ പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് നിനക്കറിയാം. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങള് ഡോക്ടർ ക്യാൻസറിൻ്റെ ടെസ്റ്റ് പറഞ്ഞു, അയച്ചിട്ടുണ്ട്. അല്ലാഹ് ഓടി വരുന്നു, പടച്ചവനെ ദുആ ചെയ്യ് ഉസ്താദേ, മോതിരം വേണോ, പൈസ വേണോ, എന്തു വേണമെങ്കിലും തരാം. അപ്പം നിനക്കൊക്കെ അറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അറിയാഞ്ഞിട്ടല്ലല്ലോ. ഇപ്പം ബക്കറ്റിനകത്ത് പൈസ ഇട്ടാ നീ ബാത്റൂമിനകത്ത് വീഴുവോ? വീഴൂല. നിന്റെ ബൈക്കിൻ്റെ മുമ്പിൽ പട്ടി കുറുക്ക് ചാടുവോ? ചാടൂല. ചാടിയാലും നീ രക്ഷപ്പെടും. ക്യാൻസറിൻ്റെ ടെസ്റ്റിന് അയക്കണോ? അയക്കണ്ട. സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ബക്കറ്റ് കൊണ്ടുപോകുന്ന കാക്ക, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ? ഇവിടെ പേരെന്താ? ബാദുഷായിക്ക, ഇബ്രാഹിം ബാദുഷാ ഉപ്പാടെ പേരാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി സ്പീഡ് കുറയ്ക്ക്. നിങ്ങൾക്ക് വീട് വെക്കാനൊന്നുമല്ല ഇത്. നിങ്ങൾ സമാധാനത്തോടു കൂടി എല്ലാവരുടെ മുമ്പിൽ നിന്ന് വാങ്ങിച്ചോ. നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകും. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. പോക്കറ്റിൽ ഒന്ന് കൈയിട്ട് ചെറുപ്പക്കാരാ, തലയുടെ മുകളിലേക്ക് നോക്ക്. ബക്കറ്റ് കൊണ്ടുപോടെ ഞങ്ങാതി നിൽക്ക്. ബാദുഷാക്കാൻ നിന്നെ തലയുടെ മുകളിൽ നോക്കിക്കേ. നോക്കടോ, പന്തൽ കാണുന്നില്ലേ? പന്തലല്ല, ഒരു മലക്ക്. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. നീ എന്തെങ്കിലും ബാദുഷായിക്ക മുമ്പിൽ വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തു ബക്കറ്റിൻ്റെ അകത്തിട്ട ആ മലക്ക് ദുആ ചെയ്യും, ഇവൻ കൊടുത്തതിൽ പങ്കു കൊടുത്തു പടച്ചവനെ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, നീ രക്ഷപ്പെടും. പോക്കറ്റിൻ്റെ അകത്ത് പൈസ വെച്ചിട്ട് ബാദുഷായിക്ക വരുമ്പോ ആലുവാക്കടപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാതെ നീ പൊട്ടം കളിച്ച മലക്ക് പറയും, അല്ലാ നീ കൊടുത്തിട്ട് ഇവൻ കൊടുക്കണില്ല അല്ലാ, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാ, നീ എത്തീങ്കാനലായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. വെറുതെ മലക്കിൻ്റെ ദുആ വേടിക്കണ്ട, ഒന്നി നല്ല ദുആ വേടിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടെ ഒരു സദക്ക എടുത്ത് ആ ബക്കറ്റിൻ്റെ അകത്തിട്. ഇനി പൊക്കോ ബാദുഷായിക്ക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. വയത് കേൾക്കാനൊക്കെ മക്കളുണ്ട്. പരീക്ഷയൊക്കെ കഴിഞ്ഞോടാ ചങ്ങായിമാരെ മദ്രസയിൽ? മദ്രസ വിട്ടാലല്ലേ പരീക്ഷ എഴുതാ? മദ്രസ വിട്ടാലല്ലേ പരീക്ഷ എഴുതാ? ഇവിടെ മദ്രസ എത്രാം ക്ലാസ് വരെ ഉണ്ട് സാർ? പിള്ളേരൊക്കെ ഉണ്ടോ പഠിക്കാൻ? 10ാം ക്ലാസ്സിൽ ഒരാളുണ്ട്. കുലു തക്ബീർ. അള്ളാഹു പടച്ചവനെ വലിയ ഭാഗ്യം അച്ഛൻ. അൽഹംദുലില്ലാ. മദ്രസ വിദ്യാഭ്യാസം ഒന്നും ഇല്ലടോ, ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മദ്രസ വിദ്യാഭ്യാസം ഒന്നും ആർക്കും വേണ്ട. എല്ലാം A+, എല്ലാത്തിനും A+ മതി. ഉമ്മമാര് മക്കളോട് പറയുന്നത് 10 A+ വേണം. ഇത്രയ്ക്ക് A+ എവിടെ കിടക്കുന്നതെന്ന് അറിയത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. മതി, ദുനിയാവ് മതി, മദ്രസ ഒന്നും വേണ്ടടോ. മദ്രസയൊന്നും പഠിപ്പിക്കുന്നില്ല മാതാപിതാക്കൾ. മക്കളെ പഠിപ്പിക്കാൻ വയ്യ. എല്ലാം ഭൗതിക വിദ്യാഭ്യാസം. വേണമെങ്കിൽ മദ്രസയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റണം. ഉസ്താദ് രാവിലെ ട്യൂഷൻ, സ്വർഗത്തിൽ പോകാനുള്ള വണ്ടി വരും, പോണ്ടേ? 7 മണിക്കേ പോകണം. 7 മണിക്കേ പോകണം. ശനിയും ഞായറും ട്യൂഷൻ.
മദ്രസയിലൊന്നും വിടാൻ സമയമില്ല. പറ്റുമെങ്കിൽ ഉസ്താദ് വീട്ടിൽ പോയി പഠിപ്പിക്കാനാ പറയണേ. തല മറന്നുകൊണ്ട് എണ്ണ തേക്കരുത് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്രസയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം ലോകത്ത് ഏത് യൂണിവേഴ്സിറ്റി പോയാലും കിട്ടൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു അറിവുണ്ട്. അത് ഏത് യൂണിവേഴ്സിറ്റി പോയാലും കിട്ടൂല. അതെവിടെ കിട്ടത്തുള്ളൂ? മദ്രസയെ വന്ന് കിട്ടണം. ഉസ്താദന്മാർ പഠിപ്പിച്ചാലേ ഇൽമു പഠിക്കത്തുള്ളൂ. സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമോ? ഉസ്താദന്മാർ പഠിപ്പിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഇൽമു പഠിക്കാൻ പറ്റൂ. അല്ലാതെ വേറൊരു ജാഹില് പഠിപ്പിച്ചാൽ പഠിക്കാൻ പറ്റൂലടോ. ഇൽമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബിതങ്ങൾക്ക് ആരാ പഠിപ്പിച്ചു കൊടുത്തത് ഇൽമ്? ഉസ്താദ് അതായിരിക്കേണ്ട പള്ളിയിലെ ഖത്തീബ്, നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ്, സക്കാഫി ഉസ്താദൊക്കെ. ഇവിടെ ഉസ്താദന്മാർക്ക് ഒരു പരമ്പരയുണ്ട് പറയാൻ. ഉസ്താദന്മാരെ പരമ്പര എന്തെന്നറിയോ? നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ് ആരാന്ന് വെച്ചാൽ ഉസ്താദ് പറഞ്ഞു തരും. അദ്ദേഹത്തിന്റെ ഉസ്താദ് ആരാ പറഞ്ഞു തരും. ഓരോ ഉസ്താദന്മാരും അവരവരുടെ ഉസ്താദന്മാരുടെ പരമ്പര, എൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദ്, ഉസ്താദന്മാരുടെ പരമ്പര മുഴുവനും പോയി അവസാനിക്കുന്നത് മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു. ഉസ്താദന്മാരുടെ പരമ്പര പോയി അവസാനിക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖിലാണ്. മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ പരമ്പര പറഞ്ഞാൽ പോയി അവസാനിക്കുന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്തത് ആരാ? നബിതങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്തത് ആരാ? മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീലിന് ഇൽമ പഠിപ്പിച്ചു കൊടുത്തത് ആരാ? അല്ലാഹ്. അപ്പൊ നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിന്റെ പരമ്പര പോയി അവസാനിക്കുന്നത് അല്ലാഹില. പഠിപ്പിച്ചു കൊടുക്കണം ഇൽമ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക ഖുർആനിലെ സർവ്വ ആയത്തുകളും വന്ന് പഠിപ്പിച്ചു കൊടുത്തത്, വഹയ്യ് നിയമങ്ങൾ മുഴുവനും വന്ന് പഠിപ്പിച്ചു കൊടുത്തത് ജിബ്രീല. പഠിപ്പിച്ചു കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നോ? ഇല്ല. എല്ലാ റമളാൻ മാസത്തിലും ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളുടെ മുമ്പിൽ വരും. എന്നിട്ട് പറയും ഖുർആൻ ഓതാൻ. എല്ലാ റമളാനിലും നബിതങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ വന്നിട്ട് ഉസ്താദ് വന്നിട്ട് പറയും ഓതാൻ. നബിതങ്ങൾ ഓതി കേൾപ്പിക്കുമായിരുന്നു. ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൽമു പഠിക്കണമെങ്കിൽ എവിടെ പോണം? ഉസ്താദിന്റെ അടുക്ക തന്നെ പോണം. ഉസ്താദിന്റെ അടുക്ക നിന്ന് ഉസ്താദിനെ വീട്ടിൽ വിളിച്ചിട്ടല്ല പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കുന്ന സ്ഥലം മദ്രസയാ. ആ മദ്രസയിൽ വിട്ടു മക്കളെ പഠിപ്പിക്കുക. അല്ലാതെ ദുനിയാവിൻ്റെ പുറകെ നടന്ന ഭൗതിക വിദ്യാഭ്യാസം മാത്രം മതി, മദ്രസയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നടന്ന അത് പള്ളിപ്പറമ്പിൽ പോകുമ്പോൾ തിരിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ മക്കളൊക്കെ പരീക്ഷ എഴുതി. അള്ളാഹു മക്കൾക്ക് ഉന്നത വിജയം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നല്ല ഭാവി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അടുത്ത വർഷം അൽഹംദുലില്ലാ റമളാനൊക്കെ കഴിഞ്ഞ് മദ്രസ തുടങ്ങുമ്പോൾ അള്ളാനെ മറന്നുകൊണ്ട് പോയിട്ട് കാര്യമില്ല. മദ്രസ വിദ്യാഭ്യാസം വേണം. അത് കഴിഞ്ഞിട്ട് ഭൗതിക വിദ്യാഭ്യാസം മതി. കാരണം ഖബറിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് അല്ല ചോദിക്കുന്നത്. ഖബറിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് മൻ റബ്ബുക മൻ ദീനുക, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ചോദിക്കുന്നത്. അത് പഠിക്കണം. മാതാപിതാക്കളോടുള്ള കടമ എന്താ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്, എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നത് മദ്രസയിലാണ്. മക്കളെ മദ്രസയിൽ വിട്ട് പഠിപ്പിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിച്ചില്ലെങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും ചോദിക്കുന്നു, ഇന്ന് ലോകത്ത് കിട്ടാത്ത ഒരു അമൂല്യ നിധിയാണ് സമാധാനം. സമാധാനം ഇന്നില്ല. പൈസ കൊടുത്താൽ കിട്ടുമോ സമാധാനം? ഇല്ല. ഇവിടെ സമാധാനം എന്ന് പറയുന്നതില്ല. കാരണം ഇന്ന് പലർക്കും എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത് എന്ന് തെരഞ്ഞു നടക്കുകയാണ്. സമാധാനം കിട്ടാനുള്ള ചില വഴികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, വീട് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. എന്തിനാ നിങ്ങൾ വീട് പണിയുന്നേ? നിങ്ങൾ ഓരോരുത്തരും വീട് പണിതിട്ടുണ്ടല്ലോ, എന്തിനാ വീട് പണിതേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും മൈസൂർ പോയാലും ഗോവയ്ക്ക് പോയാലും മക്കത്ത് പോയാലും മദീനത്ത് പോയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നീ എന്തു പറയും?
വീട്ടിൽ ചെന്നാൽ മതിയായിരുന്നു പടച്ചവനെ, വീട്ടിൽ ചെന്നായിരുന്നു മതി പടച്ചവനെ. എന്ത്? വീട്ടിൽ പോയാൽ സമാധാനം കിട്ടും. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഒരിടമാ വീട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? ഉണ്ടോ? സമാധാനം കിട്ടുന്ന ഒരു കാര്യം, വീട് മനുഷ്യന് സമാധാനം കൊടുക്കും. 2, പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് കഴിച്ച? കല്യാണം കഴിച്ച, പറയടോ, കല്യാണം കഴിച്ച സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കിട്ടിയോ? എന്നാണോ കല്യാണം കഴിച്ചത് അന്നത്തോടു കൂടി സമാധാനം പോയെന്നാ പലരും പറയുന്നത്. അല്ലാഹു ആലം. ഓർമ്മിപ്പിക്കല്ലേ ഉസ്താദെ, ഇല്ലേ? പെണ്ണുങ്ങൾ പറയുന്നത് ഓർമ്മിപ്പിക്കല്ലേ ഉസ്താദെ അതൊന്നും. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അല്ലാ, പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന് തുടങ്ങി. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം, ഓള് ചോദിക്കുക എന്താ പൊക്കാഞ്ഞത്. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടാൻ ആഗ്രഹമുള്ള ഭർത്താക്കന്മാര് കൈവെക്കാൻ പറഞ്ഞപ്പോ പലരും പൊക്കിയില്ല. എന്തേ കാരണമെന്നറിയോ? ഇവള് സ്വർഗത്തിലുണ്ടോ? അല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. കൈപൊക്കറോ ചങ്ങായിമാരെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ജോഡികളാക്കി തരുമാറാകട്ടെ. കൈപൊക്കിക്കോ. പെണ്ണുമ്പിള്ള അവിടെ ചെല്ലുമ്പോൾ മാറിക്കോളൂ. അള്ളാഹു നന്നാക്കി തരും, പേടിക്കണ്ട. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. എടോ, കല്യാണം കഴിച്ച എന്ത് കിട്ടും? സമാധാനം കിട്ടുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. പക്ഷെ ഇന്ന് സമാധാനം ഉണ്ടോ? ഇല്ല ഉസ്താദെ. കച്ചവടം മുഴുവനും പോയി. വീട്ടിൽ ചെന്ന ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ. മക്കൾ തന്നെ പരസ്പരം കൂടപ്പറപ്പുകൾ തല്ലുകയാ. കച്ചവടം തകർന്നു, സർവ്വതും പോയടോ. ഇന്ന് വീടിനകത്ത് ചെന്ന നരകത്തിനകത്ത് കയറിയതുപോലെയാ. നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല, റഹ്മത്തില്ല, ബറക്കത്തില്ല, ഐശ്വര്യമില്ല, എല്ലാം പോയി. എൻ്റെ പ്രിയപ്പെട്ടവര്, വലിയ പ്രയാസത്തിലാണ് നമ്മുടെ വീട്. അള്ളാഹു നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ. അപ്പം ചിലർ വന്നിട്ട് ചോദിക്കും, ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? വാതിൽ ഇങ്ങോട്ടായത് കൊണ്ടാണോ? അടുക്കള ഇങ്ങോട്ടായത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഹോളിടാത്തത് കൊണ്ടാണോ? ഇതൊക്കെയാ പലരും ചോദിക്കുന്നത്. കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല, കന്നിമൂലയൊക്കെ ഉണ്ട്. അത് വീട് വെക്കുന്നതിന് മുമ്പ് നീ നോക്കണമായിരുന്നു, ഇപ്പോഴല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താ? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പൈസ ഒന്നും തരണ്ട. നിങ്ങളുടെ വീടിനകത്തുള്ള പ്രശ്നം, നിന്റെ വീട്ടിലെ സന്തോഷം, സമാധാനം, ബർക്കത്ത്, റഹ്മത്ത്, അള്ളാഹു ചെയ്ത എല്ലാ നന്മകളും നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാരണമാണ്. നിന്റെ വീടിനകത്തൊരു കണ്ണുനീര് വീഴുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീടിനകത്തൊരു കണ്ണുനീര് വീഴുന്നുണ്ട്. ആ കണ്ണുനീര് ഇന്ന് രാത്രി തുടച്ച നിന്റെ വീട് സ്വർഗമാകും. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങളുടെ വീടിനകത്തിരുന്ന് കരയുന്ന ഒരാളുടെ കണ്ണുനീരിന്ന് തുടയ്ക്കുവോ? തുടയ്ക്കുവോ? ഉറക്കപ്പറ. അള്ളാഹുവെ, ഈ ഇൻഷാ അല്ലാ പറഞ്ഞവർക്ക് മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇനിയൊരു ഇൻഷാ അല്ലാ പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ വീടിനകത്തിരുന്ന് കരയുന്നതാരാ? നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഇല്ലേ? ഉണ്ടോ? പറ, ഉണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, താഴ്ത്തിക്കേ. ഇന്ന് ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഓതിയവരല്ല, തൊട്ടവര്. ഇപ്പൊ മനസ്സിലായോ? നിന്റെ വീടിനകത്തിരുന്ന് ഖുർആൻ കരയുന്നുണ്ട്. ഒരു വീടിനകത്ത് ഖുർആൻ ഉണ്ട്. ആ വീട്ടുകാര് ഖുർആൻ ഓതാതെ വന്ന ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളൊക്കെ ജനിച്ച ഒരു വീടില്ല, ചെറിയ വീട്, AC ഇല്ല, ഡബിൾ കോട്ട് കട്ടിലില്ല, ബെഡ്റൂം ഇല്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, ഒന്നുമില്ല. ഒരു ഹാള് ചാള അടുക്കിയിട്ട പോലെ നമ്മൾ കടന്നിരുന്നേ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നീ ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച വീടിനകത്ത് കിട്ടാത്ത ഒരു സന്തോഷം ആ കുടിലിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഉള്ളത് പറയില്ലേ?
നിന്റെ വീടിനകത്ത് കിട്ടാത്ത സന്തോഷം ആ കുടിലുണ്ടായിരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉമ്മ ഒളുവെടുത്ത് നിസ്കാരപ്പായിൽ വരും. എന്നിട്ട് ഉമ്മ പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ പറയും. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചോ, മഗ്രിബ് നിസ്കരിച്ചോ, സുന്നത്ത് നിസ്കരിച്ചോ, ഉടനെ ഖുർആൻ എടുക്കും. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ. ഈ 5 സൂറത്ത് നമ്മുടെ ഉമ്മ ഓതും. എന്താ ഇതിൻ്റെ പ്രത്യേകത? മഗ്രിബിൻ്റെ ഇശായിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വീടിനകത്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്ത അള്ളാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് സൂറത്ത് ഓതിയ? സൂറത്തുൽ വാഖിഅ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഇത് ഏത് വീടിനകത്ത് മഗ്രിബിൻ്റെ ഇശായിൻ്റെ ഇടയിൽ ഓതുന്നുണ്ടോ അവിടെ ഒരിക്കലും ദാരിദ്ര്യം അള്ളാഹു തരില്ല. 2 സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ സൂറത്തിന്റെ മഹത്വം പള്ളിക്കുഴി പോകുമ്പോൾ അറിയാം. ഈ സൂറത്തിന്റെ മഹത്വം എന്താണെന്ന് ഖബറിനകത്ത് പോകുമ്പോൾ അറിയാം. 3 സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മലക്കുകൾ വരുമടോ വീട്ടിൽ. ആര് വരും? ആര് വരും? അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും നിന്റെ വീട്ടിൽ. സൂറത്തു സജദ ഉംറ ചെയ്ത കൂലി, സൂറത്തു സജദ ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ എന്തിനാണോ ഓതിയത് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഉമ്മ നമ്മുടെ കുടിലിനകത്തിരുന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ ഓതി. അതുകൊണ്ട് ബറക്കത്തുണ്ട്. ഇന്ന് നമ്മുടെ പെണ്ണും പിള്ള മഗ്രിബ് കഴിഞ്ഞ ഖുർആനല്ല റിമോട്ട് എടുക്കും, ഏഷ്യനെറ്റ് വെക്കും, സൂര്യ വെക്കും, മഴവിൽ മനോരമ വെക്കും, കൈരളി വെക്കും, നെക്കിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതല്ലേ സത്യം? ഇതല്ലേ സത്യം? എടോ, ദുനിയാവിൽ 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. കരഞ്ഞാ നല്ലതല്ല, കരഞ്ഞാ നല്ലതല്ല. അതിൽപ്പെട്ട ഒന്ന്, ഒരു വീടിനകത്ത് ഖുർആനുണ്ട്, വീട്ടുകാർ ഖുർആൻ തൊടാതെ വന്നാൽ, ഖുർആൻ പാരായണം ചെയ്യാതെ വന്നാൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ ആ വീട്ടുകാരെ അറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, ഇന്ന് വയല് കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് പുറത്തു നിന്ന് ഉളുവെടുത്ത് നേരെ വീടിനകത്ത് കയറി അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്ത് പൊടി തുടയ്ക്കണം, പൊടി തുടയ്ക്കണം, ഒന്ന് ചുംബിക്കണം, അൽഹംദുലില്ലാ. എന്നിട്ട് ആ ഖുർആനിനെ ആദരിക്ക്. നിന്റെ വീട്ടിലെ സർവ്വ പ്രശ്നവും മാറും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഖുർആൻ എടുക്കണം. എല്ലാവരും 114 അധ്യായങ്ങളുണ്ട് ഖുർആനിൽ. ഏതെങ്കിലും ഒരു സൂറത്ത്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ബഖറ മുതൽ നാസ് വരെ 114 സൂറത്തുണ്ട്. ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ തുറന്ന് കണ്ടു ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിക്കൂടെ? കാണാതെ ഓതണ്ട, കണ്ടോതണം. ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ ഇന്ന് മുതൽ, ഇന്ന് പോട്ടെ നാളെ മുതൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ വീട്ടിൽ ചെല്ലണം, എടുക്കണം, ഒരു സൂറത്ത് കണ്ടോതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഓതിക്കൂടെ? ഏത് സൂറത്ത് ഓതും? 114 എണ്ണമില്ലേ? നീ ആണെങ്കിൽ വലിയ തിരക്കുള്ളവനല്ലേ? ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ ആരെങ്കിലും സ്നേഹിച്ച അവൻ സ്വർഗത്തിലാ. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ? ഒരു സൂറത്തിനെ സ്നേഹിക്കോ? ഏത് സൂറത്താ? ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? 114 സൂറത്തുണ്ട്. 112ാമത്തെ സൂറത്ത് ഏതാ? 112ാമത്തെ സൂറത്ത് ഏതാ? ഓത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ്.
ഈ സൂറത്തിനെ ആരാണോ സ്നേഹിക്കുന്നത് അവൻ സ്വർഗത്തിലാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ? സ്നേഹിക്കോ? എന്തേ സ്നേഹിക്ക? നിനക്കത് പ്രതിഫലം എന്താ? നിസ്സാരമല്ലടോ. അള്ളാഹുവിന്റെ വിശുദ്ധ നബിതങ്ങളുടെ മുമ്പിൽ ചരിത്രമുണ്ടല്ലോ. ഇഖ്ലാസിനെ സ്നേഹിച്ച ഒരു സഹാബിയെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞല്ലോ, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂലേ? ഒന്ന് കൈപൊക്കി നിയ്യത്ത് ചെയ്തേ. ഒന്ന് കൈപൊക്കി നിയ്യത്ത് ചെയ്തേ. ഞാൻ കൈപൊക്കിയില്ല, ഒന്നുകൂടെ പൊക്കിക്കേ. അള്ളാഹുവേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവരെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ റഹ്മാനായ അല്ലാ, റബ്ബേ, അവരുടെ മുഖത്ത് നീ പ്രകാശം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലവും കൊടുക്കല്ലേ പടച്ചവന്.